അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ളുഹാ നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ളുഹാ നിസ്കാരം ഒരു സുന്നത്തായ നിസ്കാരമാണ്. ഈ നിസ്കാരം പ്രഭാത സമയം ആണ് നിസ്കരിക്കുന്നത്. സാധിക്കുന്ന ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം. എന്നാൽ ഇതിൻ്റെ പരിപൂർണമായ സമയം എന്നത് ഒരു 9:30 to 10:30 ഇതിനിടക്ക് നിസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ഇനി ളുഹാ നിസ്കരിച്ചവർക്ക് ലഭിക്കുന്ന 13 പ്രതിഫലങ്ങൾ നമുക്ക് നോക്കാം. ഒരുപാട് നേട്ടങ്ങളും പ്രതിഫലങ്ങളും ളുഹാ നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് 13 എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയുന്നു, തെറ്റുകൾ പൊറുക്കപ്പെടും. ളുഹാ നിസ്കരിക്കുന്നവർക്ക് രഹസ്യവും പരസ്യവുമായ അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരും എന്നാണ് പറയുന്നത്. രണ്ടാമതായി പറയുന്നു, വിജയികൾക്കുള്ള അതായത് സ്വാലിഹീങ്ങൾക്കുള്ള നിസ്കാരമാണ് ളുഹാ നിസ്കാരം. 3, 360 സ്വതക്കകൾ കൊടുത്ത പ്രതിഫലം ലഭിക്കുന്നു. 4, ആഗ്രഹ സഫലീകരണം. നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ ളുഹാ നിസ്കാരത്തിലൂടെ സഫലീകരിക്കപ്പെടും എന്നാണ് പറയുന്നത്. 5, പരിപൂർണ ഉംറ ചെയ്ത പ്രതിഫലം. 6, ടെൻഷൻ, ഡിപ്രഷൻ, അഡിക്ഷൻ, മടി എല്ലാം മാറി മനസ്സിന് സമാധാനം ലഭിക്കുന്നു. 7, നരകമോചനം ലഭിക്കുന്നു. 8, ശ്രദ്ധ ലഭിക്കുന്നു. 9, സ്വർഗത്തിലെ 8 കവാടങ്ങളിൽ ഒരു കവാടം ളുഹാ നിസ്കരിച്ചവർക്ക് വേണ്ടി തുറന്നു വയ്ക്കുന്നു എന്നതാണ്. 10, ശാരീരിക മാനസിക അസുഖവും മാറുന്നു. 11, സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഇടയാകും. ളുഹാ പതിവായി നിസ്കരിക്കുന്നവർക്ക് സന്തോഷ വാർത്തകൾ അവർ പോലും അറിയാതെ അവർക്ക് കേൾക്കാൻ സാഹചര്യമുണ്ടാവും. 12, സ്വതക്കയുടെ പ്രതിഫലം ലഭിക്കും. 13, ഖബർ, നരകം, ആഖിറം ഇവയുടെ ശിക്ഷയിൽ നിന്നും രക്ഷ ലഭിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്. സൂര്യൻ ഉദിച്ചതിന് 20 മിനിറ്റ് കഴിഞ്ഞ് ളുഹറിന് മുൻപ് വരെ നിസ്കരിക്കാം. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠത 9:30 to 10 മണി ഇതിനിടക്കാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് നല്ലത്. റക്അത്ത് കൂടിയത് 12 റക്അത്ത്, ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. നമുക്ക് 2 റക്അത്തെ നിസ്കരിക്കാൻ പറ്റുന്നുവെങ്കിൽ ദിവസവും അത് പതിവാക്കുക. അതിന് വലിയ ശ്രേഷ്ഠതയാണ്. എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കാൻ ശ്രമിക്കുക. ളുഹാ നിസ്കാരം ഐശ്വര്യം കൊണ്ടുവരുന്ന നിസ്കാരമാണ് എന്നാണ് പറയുന്നത്. പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഹൈർ. വീട്ടിലാണെങ്കിലും നിസ്കരിക്കാം. സ്ത്രീകൾക്ക് വീട്ടിലാണ് നിസ്കരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ളുഹാ നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിലപ്പുറം പ്രതിഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും കുറച്ച് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്തത്. ളുഹാ നിസ്കാരം ഐശ്വര്യം കൊണ്ടുവരുന്ന നിസ്കാരമാണ്. വിജയികൾക്കുള്ള നിസ്കാരമാണ്. സ്വാലിഹീങ്ങൾക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ്. അതുകൊണ്ട് ളുഹാ നിസ്കാരം ഇന്ന് മുതൽ തന്നെ എല്ലാവരും പതിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ.